ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെയും മോൻ്റെയും ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. ഇക്കാൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞാനും മോനും പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടെ എല്ലാവരുടെയും കൂടിയും ഫസ്റ്റത്തെ പെരുന്നാളായതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്, എക്സൈറ്റഡുമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് രാവിലെ പള്ളിയിൽ പോകാനുള്ള ഷർട്ട് അയൺ ചെയ്ത് വെക്കുകയാണ്. ഞാൻ രാത്രി അയൺ ചെയ്ത് വെക്കണം വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. കാരണം മോന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഉറങ്ങിയിട്ട് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൻ രാത്രി തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വരെ കളിച്ച് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നിരുന്ന് ഉറക്കം പോയിട്ടുണ്ട്, ഉറക്കക്ഷീണമുണ്ട് കുറച്ച്. അതുപോലെ തന്നെ എന്താ ഒരു പണി തീർക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് എണീറ്റപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷർട്ട് അയൺ ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോകുന്നതാണ്. മോനെ ഇക്കാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അത് നടക്കില്ല. അത് ഇക്കാക്ക് ഷർട്ട് അയൺ ചെയ്യാതെ പള്ളിയിട്ട് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വന്നപ്പോൾ ഉണ്ട് ഉമ്മ അടുക്കളയിൽ എല്ലാതും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ അടുക്കളയിൽ. അപ്പോൾ ആരും അങ്ങനെ വന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം ഞാനും ഉമ്മയ്ക്കും പിന്നെ ഉപ്പയും മാത്രമേ ഉള്ളൂ. അവരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഷർട്ട് അയൺ ചെയ്ത് താഴെ പോയി വെക്കുമ്പോണ്ട് ഇക്കയും നല്ല കളിച്ച് കിടക്കട്ടെ. ഞാൻ കരുതി അവന് ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് സമാധാനിച്ച് പോകുന്നത്. കാരണം ഇനി ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഉറങ്ങിയാലൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാണ്ട് പോയി ഫ്രഷ് ആയിക്കോളൂ, കാരണം പള്ളിയിൽ പോകാൻ ടൈമായിട്ടുണ്ട്. ഇനി അവൻ്റെ ഒപ്പം കളിച്ചിരുന്ന് കഴിഞ്ഞാൽ അതും ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വെക്കാട് പെട്ടെന്ന് പറഞ്ഞിപ്പോൾ ഫസ്റ്റ് ഫ്രഷ് ചെയ്യുക, അതിനുശേഷം ഞാൻ ഫ്രഷ് ആവാമെന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞേക്കാണ്. ഒക്കെ കേൾക്കാതെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവർ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളി നിർത്തണമെങ്കിൽ അവൻ ഉറങ്ങണം. അപ്പോൾ പിന്നെ ഒക്കെ വേഗം പോയി ഫ്രഷായി വന്ന് പള്ളിയിൽ പോകാതെ അങ്ങനെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷർട്ട് കുറച്ച് ലെങ്ത്ത് ഉണ്ടായിരുന്നു ഇക്കാക്ക് എടുത്ത സമയത്ത് നമ്മൾ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ലെങ്ത്ത് കൂടിയോ കുറഞ്ഞോ എന്ന് കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മോന് അപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ അവനെ എണീപ്പിക്കാനും തോന്നുന്നില്ല, കാരണം ഒപ്പം ഉറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവനെ കുളിപ്പിക്കണം. അപ്പോൾ ഞാൻ എന്തായിട്ട് അവൻ വേഗം ഉറങ്ങുന്ന സമയത്ത് വേഗം പോയി ഫ്രഷായി വന്നു. അല്ലെങ്കിൽ അവനെപ്പോൾ ഉമ്മക്ക് ഞാൻ കരഞ്ഞെടുക്കാനും പറ്റില്ല, കാരണം ഉമ്മ അടുക്കള നല്ല ബിസിയാണ്. കാരണം ഉമ്മ എന്തെങ്കിലും കട്ടിങ് ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവന് ഇപ്പോൾ നമ്മൾ ഉള്ളി ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കയ്യിൽ നീറ്റിലുണ്ടാവുമല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അവനെടുക്കാൻ പറ്റില്ല, ഈ പോയി ഫ്രഷായി വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രഷായി വന്നതിന് ശേഷം ഉമ്മ വേഗം അവനെ കുളിപ്പിച്ച് തന്നു. അപ്പോൾ ഞാൻ എന്തായാലും അവനെ ഫസ്റ്റ് ഒരുക്കിയിട്ട് ഞാൻ ഒരുങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കരച്ചിലാട്ടോ ആള്. എന്താ പറയുക, ഇപ്പം എനിക്ക് തോന്നുന്നു വീട് മാറിയിട്ട് ചെറിയൊരു പൊറുതിയിൽ ഇപ്പോഴും, കാരണം 3 ദിവസമല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ പൊറുതിയിൽ മാറിയിട്ടില്ല തോന്നുന്നുണ്ട്. കുറച്ച് കരച്ചിലുണ്ട്, പക്ഷെ ചില നേരത്തൊക്കെ ഓക്കെയാണ് ആള്. ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാനിരിക്കാനും ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല, കുളിക്കാനും ഡ്രസ്സ് ചെയ്യാൻ അതൊന്നും ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. അവനെങ്ങനെ എടുത്തുകൊണ്ട് നടന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ അവൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളി കഴിഞ്ഞ് ഇത് എന്താ ഇക്കാൻ്റെ ഏട്ടൻ്റെ മോനാട്ടോ, അതായത് സയാൻ്റെ മൂത്താപ്പാൻ്റെ മോന്. ഇത് രണ്ടുപേരും കേട്ടോ, മറ്റേ ചെറുതും മറ്റേ വലുതുമാണ്. ഇതാണ് സയാൻ്റെ മൂത്താപ്പ, അതായത് ഇക്കാൻ്റെ ഏട്ടൻ കേട്ടോ. ഇത് ഏട്ടൻ്റെ വൈഫാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, കുറച്ച് സമയം എത്തിയിട്ട്. പിന്നെ എല്ലാവരും വന്ന്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ബ്രദറൊക്കെ വന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാം കേട്ടോ. കുറേ വീഡിയോസൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല തിരക്കായതുകൊണ്ട്. പിന്നെ ഇത് ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപ്പ മോനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പാക്ക് ഒരു സ്ഥലത്തിന് പോകാനും ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോനെ പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഉപ്പാനെയും ഉമ്മാനെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുത്തിയേക്കാണ്. അപ്പോൾ ഇക്ക ഓരോ പോസും കാര്യങ്ങളും ഓരോ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ പോകുന്നത് നേരെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ കെട്ടിച്ച വീടും ഉമ്മാൻ്റെ വീടും തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ല. ഏകദേശം ഒരു എന്താ പറയുക, ഒരു 5 കിലോമീറ്ററൊക്കെ, അത്രയും 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ, അത്രയും ഡിഫറൻസ് ഉള്ളൂ. അപ്പം അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി പിന്നെ അവിടുന്ന് എല്ലാവരും റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. എല്ലാവരെയും കാണാനൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പം അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ കാലം കഴിച്ചിട്ടോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത്. കാരണം പ്രഗ്നൻ്റായി ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. എൻ്റെ വീട് മഞ്ചേരിയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് ഞാനും ഉമ്മയും. മറ്റേ എൻ്റെ ബ്രദറാണ്, മോനും ഉമ്മാൻ്റെ മടിയിലുണ്ട്. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇതിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്.